ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നത്തെയും പോലെ ഇന്നലെയും ഒരു ആറോളം കമ്പനീസിൻ്റെ വേക്കൻസി, അതായത് ആറോളം കമ്പനീസിൻ്റെയും ഒരു 10-30ഓളം വേക്കൻസി ആണ് ഞാൻ ഇന്നലെ ഇട്ടത്. ഇന്നും അതുപോലെ തന്നെ ഒരു 5ഓളം കമ്പനീസിൻ്റെ 10-50-60ഓളം വേക്കൻസീസാണ് ഞാൻ ഇന്നും എത്തിയേക്കണത്. അതിൽ പല ടൈപ്പ് കമ്പനീസ് ഉണ്ട്. ട്രേഡിംഗ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ട്രേഡിംഗ് ലിമിറ്റഡ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി കമ്പനി ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസിലേക്ക് കുറേ വേക്കൻസീസ് ഉണ്ട്. ഇതൊക്കെയായിട്ടാണ് ഞാൻ ഇന്നും എത്തിയേക്കണേ. വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ഈ സ്ക്രീനിൽ ഞാൻ ഏതൊക്കെ വേക്കൻസിയാണോ പറയുന്നത് ആ കമ്പനീസിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ ഏതൊക്കെ മെയിലിലേക്കാണോ മെയിൽ അയക്കേണ്ടത് അതെല്ലാം ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നാസ്കോ ട്രേഡിംഗ് ലിമിറ്റഡിലേക്ക്, നാസ്കോ ട്രേഡിംഗ് LLCയിലേക്ക് അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ആയിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ nasco1@nascotrading.ae എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. പിന്നെ വരുന്നത് ഗ്ലോബൽ കെയർ ഹോസ്പിറ്റലിലേക്കാണ്. അതൊരു ഹോസ്പിറ്റലാണ്. ഓൾമോസ്റ്റ് ഒരു 8ഓളം വേക്കൻസീസ് ആണ് വന്നേക്കണേ. സ്പെഷ്യലിസ്റ്റ് എൻഡോക്രിനോളജി, പിന്നെ അത് ENT സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജൻ, കൺസൾട്ടന്റ് യൂറോളജി, കൺസൾട്ടന്റ് OBS പിന്നെ അത് വരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ സൈക്കാട്രിക് ഡോക്ടർ വരുന്നുണ്ട്, OR ചേഞ്ചിങ് നേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 8ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ആ ഒരു ഗ്ലോബൽ കരിയേഴ്സിന്റെ വന്നേക്കണേ. അതുകൂടാണ്ട് അവരുടെ മെയിൽ രജിസ്റ്റേർഡ് നേഴ്സിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. അപ്പം മെയിൽ ID വരുന്നത് career@gch.ae എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. പിന്നെ വരുന്നതാണ് ഒമാനി ഹോസ്പിറ്റൽസിലേക്ക്, ഇന്റർനാഷണൽ ഹോസ്പിറ്റലാണ്. അതിലേക്ക് ഓൾമോസ്റ്റ് ഒരു 5ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. പോസ്റ്റ് കാർഡിയാറ്റിക് സർജൻ, CCU നേഴ്സ്, ICU നേഴ്സ്, PICU നേഴ്സ്, മിഡ് വൈഫ് അല്ലെങ്കിൽ OT നേഴ്സ്, ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5ഓളം വേക്കൻസീസ് ആണ് ഈ ഒമാനി ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. മെയിൽ ID ഞാൻ ഈ ഇതിൽ കൊടുത്തേക്കാം. khalid.mugeemi@omanihospital.com എന്ന മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. ഞാൻ ഈ മെയിൽ ID നിങ്ങൾക്ക് ഈ സ്ക്രീനിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് KN ഇന്റർനാഷണലിലേക്ക് ഒരു 7ഓളം വേക്കൻസി ഉണ്ട്. റെസിഡൻസ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് റെസിഡൻസ് എഞ്ചിനീയർ, പ്ലാൻ എഞ്ചിനീയർ, ഇൻസ്പെക്ടർ, സീനിയർ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്, പ്രൊജക്ട് മാനേജർ, ഗ്രാഫിക് ഡിസൈനർ, ഇങ്ങനെ ഒരു 7ഓളം വേക്കൻസീസ് ആയിട്ടാണ് KN ഇന്റർനാഷണൽ അവരുടെ വേക്കൻസി ലിസ്റ്റ് ചെയ്തേക്കണേ. മെയിൽ അയക്കേണ്ടത് career@knui.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. ബയോഡാറ്റ അയക്കുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കുക. അതുപോലെ തന്നെ സബ്ജക്റ്റിൽ ബയോഡാറ്റ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ CV to the position of ഇന്ന പൊസിഷൻ എന്ന് സെപ്പറേറ്റ് കൊടുത്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാനുള്ളത് CV to the position of റെസിഡൻസ് മാനേജർ, അല്ലെങ്കിൽ CV to the position of OT nurse എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം താഴെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ കണ്ടന്റിലേക്ക് വരുമ്പോൾ myself XXX, my designation is this, I am working currently this much year in this industry, I have this much year of experience എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാസ്റ്റ് എന്ന രീതിയിൽ ഒരു ചെറിയ സെന്റൻസ് നമ്മൾ ബ്രീഫ് ചെയ്യുക നമ്മളെ പറ്റി. അതിനുശേഷം ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുമ്പം ബയോഡാറ്റയുടെ പേര്, നമ്മുടെ ഡെസിഗ്നേഷനും അതുപോലെ നമ്മുടെ പേരും ആയിരിക്കണം. പിന്നെ വരുന്നതാണ് 5ാമത്തെ ഒരു കമ്പനി അൽ-ഫുത്തീം ഗ്രൂപ്പിലേക്ക് ഒരു 26ഓളം വേക്കൻസി വരുന്നുണ്ട്. സെയിൽസിലേക്ക്, ബ്രാൻഡ് മാനേജറിലേക്ക്, ബ്യൂട്ടി അഡ്വൈസറിലേക്ക്, സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിലേക്ക്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 26ഓളം വേക്കൻസീസ് നമ്മുടെ ഈ അൽ-ഫുത്തീം ഗ്രൂപ്പിലേക്ക് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗൺസിലർ, മാനേജർ, കൺസൾട്ടന്റ്, ഇന്റീരിയർ ഡിസൈനർ, പിന്നെ റീറ്റെയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ്, അങ്ങനെ പറഞ്ഞതുപോലെ അങ്ങനെ ഓൾമോസ്റ്റ് 26ഓളം വേക്കൻസീസ് അവരവരുടെ ഇതിലെല്ലാം അവരുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൽ അയക്കേണ്ടത് afet.recruitment@alfutim.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. എനിക്ക് മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളിലേക്ക്. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് 5ഓളം വേക്കൻസീസ് ആയിട്ടാണ് വന്നത്. എന്നും എന്താണെങ്കിലും ഞാൻ ഒരു 5-6ഓളം വേക്കൻസീസ് ആയിട്ട് കമ്പനിയുടെ വേക്കൻസീസ് ആയിട്ട് വരും. ഒരു 10-50ഓളം വേക്കൻസീസ് എന്താണെങ്കിലും ഞാൻ
നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം, അതുപോലെ ഞാൻ ഈ സ്ക്രീനിലും കൊടുത്തേക്കാം വേക്കൻസീസും, അതുപോലെ ഏത് കമ്പനിയുടെയാണ്, ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് അവരുടെ നമ്പറും അടക്കം ഞാൻ കൊടുത്തിരുന്നു. മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട വിളിക്കേണ്ട നമ്പർ, വാട്സപ്പ് ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പുതിയ വേക്കൻസീസ്, പുതിയ കമ്പനീസിന്റെ വേക്കൻസീസ്, പുതിയ രീതിയിലേക്കുള്ള ബിടെക്കുകാർ കുറെ ചോദിക്കുന്നുണ്ട്, ബിടെക്കുകാർക്ക് കുറെ വേക്കൻസീസ് ഉണ്ടോ, അതുപോലെ ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബി.എഡുകാർ ചോദിക്കുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ വേക്കൻസി ഞാൻ വരുന്നതായിരിക്കും. വരുന്നോടം വരെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ, സൈനിങ് ഓഫ്, ഈഗിൾ ജോബ്സ്, സിജിൻ ജോസഫ്. ബൈ.